ഹേ എവരിവൺ, ട്രാവൽസ്കേപ്പ് മലയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബൈക്സിൽ അല്ലെങ്കിൽ കാറുകളിലൊക്കെ നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ലീഗൽ മോഡിഫിക്കേഷൻസ് ചെയ്യാം, ഏതൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ഇല്ലീഗൽ എന്നതിനുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കുറച്ച് ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞത് നമ്മുടെ ബോഡിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ബോഡിയിൽ വരുത്തുന്ന മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചേസും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതെ ബോഡി കിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്ത് ബോഡിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതൊക്കെ ലീഗലാണ്. പക്ഷേ വണ്ടി കണ്ടാൽ നിങ്ങളിപ്പോൾ ആ ഒരു വണ്ടീനായിരിക്കണം എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളെ പണ്ടത്തെ BMW 5 Series ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ പുതിയ M-Sport കിറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ളതല്ല. പക്ഷേ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ R15 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു R15 R15M കിറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇല്ലീഗൽ തന്നെയാണ്. കാരണം വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ആ ഒരു വണ്ടിയുടെ ലുക്സിലുള്ള സ്ട്രക്ചറേ മാറ്റാണ്. അതൊരു R15 ആണെന്നാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോവാണ്. സോ അത് വണ്ടീനെ കുറച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും, അല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഇത്ര ഇതായിട്ട് അറിയുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. പിന്നെ രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലക്കാർ ഇൻഡിക്കേറ്റർ മാറ്റും, നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിനുള്ളിലത്തെ ബൾബ് മാറ്റും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു വണ്ടിയുടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മാറ്റാനൊന്നും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിനുള്ളിലത്തെ ബൾബ് മാറ്റുന്നതിലും പ്രശ്നമില്ല. പക്ഷേ ഹെഡ്ലൈറ്റിനുള്ളിലത്തെ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെളിച്ചം അത് കൂടുതലാണെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് മുകളിലേക്ക് പോയിട്ട് വേറൊരു വ്യക്തിക്ക് അതുമൂലം വില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ മോഡിഫിക്കേഷനിൽ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. സോ നിങ്ങളൊരു ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എത്രത്തോളം വെളിച്ചം വേണം, ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് ആ ഒരു റോഡ് കാണാൻ പറ്റുമോ, നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ആൾ പോകുന്ന പാത്ത് ക്ലിയറായി കാണാൻ പറ്റും എന്നുള്ളത് ഉറപ്പാക്കുക. എന്നിട്ട് ഹെഡ്ലൈറ്റിനുള്ളത്തെ ബൾബും കാര്യങ്ങളൊക്കെ മാറ്റുക. പ്രൊജക്ടറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഹെഡ്ലൈറ്റിനുള്ളിൽ നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബ് വയ്ക്കുമ്പോൾ ഓവറായിട്ടുള്ള വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ DRLs ഇപ്പോൾ കമ്പനി ഇറക്കുന്ന DRLs കുഴപ്പമില്ല. നമ്മളിപ്പോൾ പല ടൈപ്പ് ആൾക്കാർ പല രീതിയിലുള്ള DRLസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുടെയൊക്കെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ പെരുന്നാൾ മാതിരിയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്നും കുറ്റം പറയണം. എനിക്കും ഈ ലീഗൽ മോഡിഫിക്കേഷനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷനിലോടാണ് എനിക്കും താല്പര്യം. അപ്പോൾ ഞാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലീഗൽ മോഡിഫിക്കേഷൻ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ഒരു വണ്ടി നോക്കണ്ട. പിന്നെ ഞാൻ ഈ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ചെയ്യും വേണ്ട. ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഈ ഒരു ഇലക്ട്രോണിക്സിൽ തന്നെ നമുക്ക് അടുത്ത് വരുന്നതാണ് ഫോഗ് ലാംപ്സ്. സോ ഫോഗ് ലാംപ്സ് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഫോഗ് ലാംപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷേ ഫോഗ് ലാംപ്സ് നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അത്രയും ഇരുട്ടായിട്ടുള്ള കഴിഞ്ഞാൽ അത്രയും ഈ ഒരു ഫോഗ് ലാമ്പ് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ഒരു ഫോഗ് ലാമ്പ് കവേർഡ് ആയിരിക്കണം. എന്നുവെച്ചാൽ അപ്പോൾ പോലീസ് പിടിക്കുമ്പോൾ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ അവിടുത്തെ ഫ്രണ്ടിലത്തുള്ള ലെൻസിൻ്റെ അവിടെ നിന്ന് വിസിബിളായിട്ട് അവർക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലെൻസ് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഫൈൻ തരും. അതിന് പകരം ആ ഫോഗ് ലാമ്പിൻ്റെ അവിടെ ഒരു കവർ വരും. ആ ഒരു കവർ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഒരു ട്രാവലിംഗ് സമയത്തൊക്കെ അത്രയും ഫോഗി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഫോഗ് ലാമ്പ് യൂസ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഹസാർഡാണ്. ഹസാർഡ് പോലീസുകാർ അങ്ങനെ പിടിക്കുന്നില്ല, പക്ഷേ ചില പോലീസുകാർ അതും നോക്കുന്നൊക്കെ ഉണ്ട്. ഹസാർഡ് ഇട്ട് പോകുന്ന ചില ആൾക്കാരെ പിടിക്കാനൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻസിൽ വരുത്തുന്ന മാറ്റങ്ങൾ. എൻജിൻസിൽ എന്ന് പറയുമ്പോൾ എൻജിനിൽ നമുക്ക് പെർഫോമൻസ് കൂടാൻ വേണ്ടി ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓവറായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടിക്ക് വല്ല പ്രശ്നം വരാമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസും കിട്ടുക, നിങ്ങളുടെ പേരിൽ നല്ലൊരു കേസ് വരികയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ ട്യൂൺ ചെയ്ത വണ്ടികൾ പോലീസുകാർ അക്സെപ്റ്റ് ചെയ്യാണ്ട് അവർ ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു കഷ്ടകാലം എന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ കേരളത്തിലത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ നിയമങ്ങൾ എന്ന് പറയാം. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇല്ലീഗലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ സാരി ഗാർഡ് കട്ടിങ്. ഇപ്പോൾ നമ്മുടെ ബാക്കിലത്തെ മഡ് ഗാർഡ് അല്ലെങ്കിൽ ബാക്കിലത്തെ ഹഗ്ഗറിൻ്റെ അവിടെ ഒരു സാരി ഗാർഡ് വരും. അത് കട്ടിങ് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റാന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷനാണ്. ടയർ ഹഗ്ഗേഴ്സ് റിമൂവ് ചെയ്ത് മാറ്റാന്ന് പറയുന്നത് ഒരു ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷനാണ്. പിന്നെ ടെയിൽ ടൈഡി ചെയ്യുമ്പോൾ ഫിക്സഡ് ടെയിൽ ടൈഡി വലിയ പ്രശ്നമില്ല. പക്ഷേ ഫോൾഡബിൾ ആയിട്ടുള്ള ടെയിൽ ടൈഡിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ അത് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിനെ ബാധിക്കുന്നതാണ്. പിന്നെ പോലീസുകാർ കണ്ടാൽ പിടിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ വേറൊരു ആൾക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് മൂലം ഇപ്പോൾ ഇരുട്ടത്ത് വരുമ്പോൾ ഒരു വണ്ടിയുടെ വെളിച്ചം മൂലം കാരണമായിരിക്കും നമ്മളൊരു വണ്ടി തിരിച്ചറിയും, ഒരു വണ്ടി വരുന്നുള്ളത്. സോ അതൊന്നും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഫൈൻ കിട്ടും. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു കേസാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ. പെയിൻറ്റിങ് നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ലീഗലായിട്ട് അത് പേപ്പറിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വണ്ടി R15 റെഡ് ആക്കിയത്
ഞാൻ പേപ്പറിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, RC ബുക്കിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, എൻ്റെ വണ്ടിയുടെ കളർ റെഡ് ആണെന്നുള്ളത് ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലീഗൽ മോഡിഫിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോലീസുകാർ പിടിച്ചാലും നമുക്ക് വലിയ പ്രശ്നമില്ല വെച്ചാൽ അത് ചെയ്തുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് നോക്കാമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് തന്നെയാണ്. വണ്ടി ട്യൂൺ ചെയ്തോ അല്ലെങ്കിൽ ചെയ്തില്ലേ എന്നുള്ളതൊന്നും അവർ അന്വേഷിക്കാൻ പോകില്ല. നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് മാറ്റിയിട്ട് ഓവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് പൊല്യൂഷന് ഒക്കെ ചേർത്തിട്ടൊക്കെയാണ് അവർ കേസ് എടുക്കുക. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കേസ് എടുക്കുക, അല്ലെങ്കിൽ ഫൈൻ തരാം. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ ഈ പറയുന്ന മാതിരി ടയർ അപ്സൈസിങ്. ഇപ്പോൾ ബൈക്സിലൊന്നും വലിയ കുഴപ്പമില്ല, സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസുകാർ അതങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ടയർ അപ്സൈസ് ചെയ്തിട്ട് ടയർ ഇങ്ങനെ ബോഡീനകത്തും പുറത്തേക്ക് നിൽക്കുക, ഫെൻഡേഴ്സിനകത്തും പുറത്തേക്കൊക്കെ നിൽക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഫൈൻ തരും. നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് മോഡലുള്ള വണ്ടിയുടെ ബേസ് മോഡലുള്ള വണ്ടിക്ക് ടോപ്പ് വേരിയൻ്റിലുള്ള ഒരു വണ്ടിയുടെ വീൽസോ കാര്യങ്ങളൊക്കെ എടുത്തിടാൻ പറ്റും. പക്ഷേ ഒരിക്കലും അതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്നാണ് പറയണത്. സോ അതൊക്കെ ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആണ്. പക്ഷേ ഇല്ലീഗലായിട്ടുള്ളത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഓവർ സൈസ് ആയിട്ടുള്ള ടയർ ഇടുമ്പോൾ അതിൽ ഇല്ലീഗലായിട്ട് വരും. പിന്നെ കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്രാപ്പിങ്, അതായത് പെയിൻറ്റിങ്ങിൻ്റെ പകരം വ്രാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഒരിക്കലും ലീഗലായിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ അല്ല. കാരണം വെച്ചാൽ ലീഗലായിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ് മാത്രമേ ഓപ്ഷനുള്ളൂ. പിന്നെ റാപ്പിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ക്ലിയർ കോട്ട് അടിച്ചാൽ വല്ല ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റാപ്പിങ് ചെയ്തിട്ട് ക്ലിയർ കോട്ട് അടിച്ചാലും വലിയ ഗുണമൊന്നുമില്ല. കാരണം വെച്ചാൽ അഥവാ അവർ ഇപ്പോൾ വണ്ടി ഇൻസ്പെക്ഷന് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവർ ഈ റാപ്പ് ചെയ്തത് എവിടെയെങ്കിലും എഡ്ജിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല, ക്ലിയർ അടിച്ചത് അവർ നിങ്ങൾ റാപ്പ് ചെയ്ത് ക്ലിയർ അടിച്ചു എന്നാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ള് സ്ട്രിപ്പ് ഡൗൺ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ആ ഒരു റാപ്പ് ചെയ്ത കോസ്റ്റ്, ക്ലിയർ അടിച്ച കോസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ പോവും. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കേസ് തന്നെയാണ്. പിന്നെ ഇൻഷുറൻസ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ ചില കാര്യം നമുക്ക് വണ്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിലൊക്കെ മാറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻ തന്നെയാണ്. ബാക്കിയുള്ളതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. എക്സോസ്റ്റ് പിന്നെ തീരെ ആരും സമ്മതിക്കില്ല. പിന്നെ എക്സോസ്റ്റിനൊക്കെ തീയും പിന്നെ പുകയും ഒക്കെ വരുന്നത് അത് എന്തായാലും സമ്മതിക്കില്ല. ആ വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ അങ്ങനത്തെ ഒരു മുട്ടം പണിയും കാര്യങ്ങളൊക്കെ തരും. കാരണം വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് കുറച്ച് പണികൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ എക്സോസ്റ്റ് വെച്ചിട്ട് എനിക്കൊരു 10,000 രൂപ ഞാൻ ഫൈൻ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ വണ്ടി എക്സോസ്റ്റും മോഡിഫൈഡ് ആണ്. പക്ഷേ വലിയ അലമ്പില്ലാത്തൊരു മോഡിഫിക്കേഷനാണ്. ഇപ്പോൾ പോലീസുകാർ കണ്ടാൽ പോലും R15 V3 എന്നുള്ള രീതിയിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു മോഡിഫിക്കേഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാനൊരു ടെയിൽ V4 വെച്ചിട്ടുണ്ട്, ടെയിൽ ടൈഡി, അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. പിന്നെ അണ്ടർബെല്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന USD സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇത് ഫേക്കാണ്, ഒറിജിനലല്ല, വെറും സ്റ്റിക്കർ വർക്ക് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു USD ആണ്. അപ്പോൾ എനിക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ല. പിന്നെ ഞാൻ RC ബുക്കിൽ കളറൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ പല ആക്സസറീസ് അല്ലെങ്കിൽ പല പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ഒരു ലിമിറ്റേഷൻ്റെ മുകളിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് നല്ലൊരു പണി കിട്ടും. അതർ സ്റ്റേറ്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് വലിയ കലാപമുള്ള കേസൊന്നുമില്ല. കാരണം അവിടെ അവർക്ക് അന്വേഷിക്കാൻ കേസും ഉണ്ട്, വേറെ പല കേസുകളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും അവർ തലയിടാൻ പോവില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒന്നാമത് തന്നെ പല വണ്ടിക്കും ടയർ ഹഗ്ഗർ കമ്പനി തന്നെ ഇറക്കാണ്ട് വരുന്നുണ്ട്. സോ ആ ടയർ ഹഗ്ഗർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വരെ ഫൈൻ ഇടുന്ന ആൾക്കാരാണ്. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ അവർ കണ്ണിൽ പെട്ടാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. പിന്നെ അത് മാത്രമല്ല, എനിക്കുണ്ടായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. 500 രൂപ ഞാനൊരു ഫൈൻ അടച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പഴയൊരു ബൈക്കിന് ഞാൻ ഡൊമിനാറിന് ഇൻഡിക്കേറ്റർ വെച്ച് ആ ഒരു ഇൻഡിക്കേറ്ററിന് വെളിച്ചം കൂടിയ വേണ്ടി എനിക്ക് 500 രൂപ ഫൈൻ ഇട്ട് തന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഒരു വെളിച്ചം കൂടിയ വേണ്ടി അന്ന് എനിക്ക് ഫൈൻ ഇട്ട് തന്നപ്പോൾ പോലീസുകാരാണ് എത്രത്തോളം നമ്മൾ സംസാരിച്ചിരിക്കും എന്നുള്ളത് ആ ഒരാളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ അനുസരിച്ച് നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അന്ന് ഫൈൻ അടയ്ക്കേണ്ടി വന്നു, ഞാൻ അടച്ചു. പിന്നെ എൻ്റെ അടുത്ത് ആ ഒരു ഇൻഡിക്കേറ്റർ റിമൂവ് ചെയ്ത് മാറ്റാനൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ റിമൂവ് ഒക്കെ മാറ്റി പഴയ ഇൻഡിക്കേറ്റർ കുറച്ച് ദിവസത്തേക്ക് വെച്ചു, വീണ്ടും ഡൊമിനാറിന് തന്നെ വെച്ചു. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കാൻ വരുന്ന പോലീസുകാർ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ MVD എങ്ങനെയായിരിക്കും, അതൊക്കെ പോലെ ഇരിക്കും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷേ ഞാനൊരിക്കലും ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷന് ഞാൻ സപ്പോർട്ടഡ് അല്ല. ഞാൻ ഇല്ലീഗൽ പ്ലസ് ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിയേറ്റിവിറ്റി ഓഫ് ആൻ ആർട്ട്. ഇനി ഒരു ആർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അല്ല, ഒരു വണ്ടീനെ വേറെ ലുക്കിലേക്ക് കൊണ്ടുവന്ന്
കമ്പനി ഇറക്കിയതിനകത്തും കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ട് വണ്ടി ഇറക്കുക, അതിന് കുറച്ച് സ്റ്റഡി ചെയ്തിട്ടൊക്കെ ആയിരിക്കും. പിന്നെ പല ഡിസൈനിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഈ പറയുന്ന മാതിരി മോഡിഫിക്കേഷൻസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ വണ്ടി മേടിച്ച് വീട്ടിലിട്ടിട്ട് അതിന് കുറച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതിനോട് ഇൻട്രസ്റ്റും വേണം, അതിൻ്റെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ ആൾക്കാരും വേണം. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ അറിയാണ്ട് കുറേ ആൾക്കാർ പോയി പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, വണ്ടിയുടെ RC ബുക്കിൽ എങ്ങനെ കളർ മാറാം എന്നുള്ളതിനെ കുറച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഐ ബട്ടണിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും എങ്ങനെ വണ്ടിയുടെ RC ബുക്കിൽ കളർ മാറാം എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ. അമൽ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാവൽ എസ്കേപ്പ് മലയാളി.